ഹായ് നമസ്കാരം, ഞാൻ മുബാറക്കാണ്. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഗൂഗിൾ ആഡ്സിൽ അഡ്വർടൈസർ വെരിഫിക്കേഷൻ ചെയ്യാമെന്നുള്ളതാണ്. നിങ്ങളൊരു ഗൂഗിൾ ആഡ് അക്കൗണ്ടിൽ ആഡ് റൺ ചെയ്ത് ഒരു 1 വീക്ക് ഒക്കെ കഴിയുമ്പോഴേക്ക് തന്നെ നിങ്ങളുടെ അക്കൗണ്ടിൽ നോട്ടിഫിക്കേഷൻ വരാൻ തുടങ്ങും, നിങ്ങളുടെ ആഡ് അക്കൗണ്ട് വെരിഫിക്കേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ എന്തെങ്കിലും പെയർ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് കൊടുക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ പെയർ ഡീറ്റെയിൽസിൽ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസും നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെൻറ്റിലുള്ള ഡീറ്റെയിൽസും മിസ്മാച്ച് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും തന്നെ ഈ വെരിഫിക്കേഷൻ സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എങ്ങനെയാണ് ഫസ്റ്റ് പെയർ ഡീറ്റെയിൽസ് സെറ്റ് ചെയ്യാൻ നോക്കാം. അതായത് അഡ്വർടൈസർ വെരിഫിക്കേഷൻ ചെയ്യുന്നതിന് മുമ്പ് ഫസ്റ്റ് നിങ്ങൾ എന്തെങ്കിലും പെയർ ഡീറ്റെയിൽസ് സെറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഗൂഗിൾ ആഡ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ബില്ലിങ്ങിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അഡ്വർടൈസർ വെരിഫിക്കേഷൻ കാണാൻ പറ്റും. അതിന് തൊട്ട് താഴെ തന്നെ കാണാൻ പറ്റും സെറ്റിംഗ്സ് ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും പെയർ ഡീറ്റെയിൽസ് എല്ലാം കാണാൻ പറ്റും. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ഡീറ്റെയിൽസുകളോട് കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾ നോക്കുക നിങ്ങളുടെ അക്കൗണ്ട് ടൈപ്പ് ഏത് രീതിയിലാണെന്ന് നോക്കുക. അപ്പോൾ അത് ഓർഗനൈസേഷൻ ആയിട്ടാണുള്ളത്. അതേപോലെ തന്നെ ഓർഗനൈസേഷൻ നെയിം എന്താണോ കൊടുത്തിട്ടുള്ളത് നോക്കാം, അഡ്രസ്സ് എന്താണ് കൊടുത്തിട്ടുള്ളത് നോക്കാം. ഈ ഓർഗനൈസേഷൻ നെയിം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെൻറ്റിലുള്ള പേരും ഇവിടെ കൊടുത്തിട്ടുള്ള പേരും കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ വെരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്യം ആധാറാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിൽ എന്താണോ പേര് കൊടുത്തിട്ടുള്ളത്, അതായത് നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേര് എന്താണോ കൊടുത്തിട്ടുള്ളത് അതുപോലെ വേണം ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാൻ. അതേപോലെ തന്നെയാണ് GST സർട്ടിഫിക്കറ്റ്, അതായത് എന്ത് ഡോക്യുമെൻ്റ് ആണോ നിങ്ങൾ വെരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്യാൻ കൊടുക്കുന്നത് ആ ഒരു ഡോക്യുമെൻറ്റിലുള്ള പേരും അഡ്രസ്സും കറക്റ്റായിട്ട് നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യണം, എൻ്റർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കറക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുക, ഈ ഒരു പെന്നിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. എന്നിട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ സേവ് എന്ന് കൊടുക്കുക. ഇത്ര ചെയ്താൽ മതി, വളരെ സിമ്പിളാണ്. ഈ ഒരു കാര്യം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം അഡ്വർടൈസർ വെരിഫിക്കേഷൻ ചെയ്യാൻ. ഇനി നിങ്ങളുടെ കണ്ടീഷനിൽ നിങ്ങൾക്ക് ഡോക്യുമെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല, അതായത് നിങ്ങൾക്ക് ഉദ്യമാധാറില്ല, അതേപോലെ തന്നെ നിങ്ങൾക്കൊരു സ്ഥാപനമില്ല, നിങ്ങൾക്ക് പ്രത്യേകിച്ച് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽസും ഡോക്യുമെൻറ്റ്സും ഒന്നുമില്ല, അങ്ങനെയുള്ളൊരു കേസിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ അക്കൗണ്ട് ടൈപ്പ് ഇൻഡിവിജ്വലായിട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അക്കൗണ്ട് ടൈപ്പിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇൻഡിവിജ്വൽ എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഈ ഒരു മെസ്സേജ് ഇങ്ങനെ വരാനുള്ള കാരണം ഞാൻ ഓൾറെഡി എൻ്റെ അക്കൗണ്ട് സെറ്റായിട്ടുള്ളത് ഓർഗനൈസേഷനിലാണ് സെറ്റായി കിടക്കുന്നത്, അതുകൊണ്ടാണ് ഈ ഒരു മെസ്സേജ് വരാൻ കാരണം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ അറിയോ, ഇവിടെ താഴെ കാണാൻ പറ്റും എന്തുകൊണ്ടാണ് നിങ്ങൾ ചേഞ്ച് ചെയ്യുന്നത് ചോദിക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഫസ്റ്റിലുള്ള ഓപ്ഷൻ കൊടുക്കുക. അതായത് ഞാൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് റോങ് ആയിട്ടാണ് സെലക്ട് ചെയ്തത് എന്നുള്ള രീതിയിൽ കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു അക്നോളജ്മെൻറ്റ് ഉണ്ടാവും, അത് അഗ്രി ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. പിന്നെ ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും. അതായത് നിങ്ങൾ ഈ അക്കൗണ്ടിൽ ആഡ് എന്തെങ്കിലും റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളോട് ഇവിടെ ഒരു പേയ്മെൻറ്റ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറയും. ഈ പേയ്മെൻറ്റ് പ്രൊഫൈലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പെയർ ഡീറ്റെയിൽസ് എന്ന സംഗതി. ഇവിടെ സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുക്കുമ്പോൾ നിങ്ങളോട് ചോദിക്കും, ഇവിടെ കാണാൻ പറ്റും പ്രൊഫൈൽ ടൈപ്പ് ഇൻഡിവിജ്വലാണ്, പേരെന്താണെന്ന് കൊടുക്കേണ്ടതെന്ന് ചോദിക്കും, അഡ്രസ്സ് എന്താണെന്ന് കൊടുക്കേണ്ടത് ചോദിക്കും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക അറിയോ, നിങ്ങളുടെ ഡോക്യുമെൻറ്റിലുള്ള, അതായത് നിങ്ങളുടെ ID പ്രൂഫിൽ ഒന്നെങ്കിൽ ഐഡൻറ്റിറ്റി കാർഡ് ആയിരിക്കാം, അതല്ലെങ്കിൽ പാൻ കാർഡ് ആവാം, പാസ്പോർട്ട് ആവാം, ഡ്രൈവിംഗ് ലൈസൻസ് ആവാം. ഇതിൽ 4 ഡോക്യുമെൻറ്റും ആക്സെപ്റ്റ് ചെയ്യും, ആധാർ കാർഡ് ആക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ അതിലുള്ള അതേപോലെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും വരുത്താതെ കറക്റ്റായിട്ട് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. അതേപോലെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇത്രയും കാര്യങ്ങൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, നേരെ ക്രിയേറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇത് ചെയ്തതിന് ശേഷം നിങ്ങളോട് ചോദിക്കും പേയ്മെൻറ്റ് മെത്തേഡ് സെറ്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാറോ, ഇപ്പോൾ നിങ്ങൾക്ക് കാർഡ് ആഡ് ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് കംപ്ലീറ്റ് ആയി കിട്ടണമെന്നുണ്ടെങ്കിൽ പേ നെറ്റ് വിത്ത് ബാങ്കിങ് എന്നുള്ളത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഒരു എമൗണ്ട് ജസ്റ്റ് ഒരു 500 എന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. കണ്ടിന്യൂ കൊടുക്കുക. എന്നിട്ട് അഗ്രി കൊടുക്കുക, സബ്മിറ്റ് കൊടുക്കുക. ഇപ്പോൾ ജസ്റ്റ് പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പേജിലേക്ക് പോകും. ജസ്റ്റ് അത് ക്ലോസ് ചെയ്താൽ മതി. ഒന്ന് ക്ലോസ് ചെയ്യുക. അപ്പോൾ ഒന്ന് റീഫ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ റീഫ്രഷ് ചെയ്ത് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ക്ലോസ് ആയി പോയിക്കോളും. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എൻ്റെ അക്കൗണ്ട് ഇൻഡിവിജ്വലിലേക്ക് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ പേ ഡീറ്റെയിൽസ് സെറ്റായി. ഇനി നിങ്ങൾ അടുത്തത് ചെയ്യേണ്ടത് അഡ്വർടൈസർ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനിൽ വരിക. ഈ അഡ്വർടൈസർ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ വന്നിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു രീതിയിലായിരിക്കും നിങ്ങളുടെ ഈ ഒരു പേജ് ഉണ്ടായിരിക്കുക. വെരിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. സ്റ്റാർട്ട് വെരിഫിക്കേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റിലുള്ള ക്വസ്റ്റ്യന് നോ കൊടുക്കുക. നിങ്ങളുടെ ഏജൻസി ആണെന്ന് വെച്ചാൽ നമ്മുടെ ഏജൻസിയിലെ നമുക്ക് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നത്. രണ്ടാമതായിട്ടുള്ളത് ആരാണ് ഇതിൻ്റെ പേയ്മെൻറ്റ് ചെയ്യുന്നത്, അത് നമ്മൾ തന്നെ ഡയറക്റ്റ് ആയിട്ടാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് എസ് എന്നും കൊടുക്കുക. ഇത്രയും ചെയ്തതിന് ശേഷം സേവ് കണ്ടിന്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റേജിലാണ് നമുക്ക് ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട സ്റ്റേജ് വരുന്നത്. ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ഇൻഡിവിജ്വൽ അക്കൗണ്ട് ആയതുകൊണ്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നത് ഇവിടെ കാണിക്കും. ഡ്രൈവിംഗ് ലൈസൻസ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം, അതുതന്നെ പാസ്പോർട്ട്, പാൻ കാർഡ്, വോട്ടർ കാർഡ്, ഇതിലേതെങ്കിലും ഒരു ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾ എന്ത് ചെയ്യുക,
സ്റ്റാർട്ട് വെരിഫിക്കേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ലീഗൽ നെയിം, അതായത് നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസിലോ അല്ലെങ്കിൽ ID കാർഡിലോ എന്താണുള്ളത് അതേപോലെ എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സെലക്ട് ID ടൈപ്പ്. ഇപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് ആണെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതെല്ലാം പാസ്പോർട്ട് ആണെന്നുണ്ടെങ്കിൽ പാസ്പോർട്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, ID പ്രൂഫിൻ്റെ കോപ്പി ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് ആണെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഫ്രണ്ട് പേജും ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ബാക്ക് പേജും ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ മൊബൈലിൽ ഫോട്ടോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇത്രയും ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളോട് അഡ്രസ്സും കാര്യങ്ങളും എൻ്റർ ചെയ്യാൻ വേണ്ടി ചോദിക്കും. അത്രയും കൊടുത്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 4 ദിവസത്തിനുള്ളിൽ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് വരും. അതേപോലെ തന്നെ നിങ്ങൾ അക്കൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു വിൻഡോ ആയിരിക്കും കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വെരിഫിക്കേഷൻ സക്സസ്ഫുൾ ആയിട്ടുണ്ടെന്നുള്ളത് കാണാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ വേറൊരു അക്കൗണ്ടാണ് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്തതാണ്, എങ്ങനെയാണ് വരിക എന്നുള്ളത്. അപ്പോൾ ഇത്രയാണ് ഗൂഗിൾ ആഡ്സ് അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള പറ്റിയ ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഗൂഗിൾ ആഡ്സിൽ എങ്ങനെ കോൾ ആഡ് ചെയ്യാം എന്നുള്ളതും കീവേഡ് റിസർച്ച് ചെയ്യാം എന്നുള്ള പറ്റിയുള്ള വീഡിയോസുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസിൻ്റെ ലിങ്ക് എല്ലാം തന്നെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാനും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്കൊരു അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.